എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അച്ഛൻ ആമുഖത്തിൽ ഓർപ്പിച്ചപ്പോൾ എൻ്റെ പ്രസംഗവുമായിട്ട് ബന്ധമുള്ള ഒരു വാക്ക് അതിലുപയോഗിച്ചു. അതിൽ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്മരിക്കുന്നു. ദേഹവും ദേഹിയും ആത്മാവും ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ് വചനമാകുന്ന വിത്ത്, നല്ല നിലത്ത് വീഴുന്ന വിത്തിൻ്റെ ആ ഒരു പ്രകൃതി കാണിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കുവാൻ സാധിക്കത്തില്ല. അനുഗ്രഹീതമായ ദിവസം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നാം ആയിരിക്കുന്നത് ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ നോട്ടത്തിന് നമ്മളെ സഹായകമാക്കുവാനായിട്ട് തന്നെയാണ്. നമ്മൾ കേട്ട ഗീതം വലിയ നോമ്പിലെ നമസ്കാരത്തിൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ആലപിക്കുന്ന കോലോ ഗീതമാണ്. പ്രകാരം പാട്ടുകാരൻ പറയുകയാണ്, നാം ദൈവത്തിൻ്റെ ഭവനങ്ങളാണ്, നാഥൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് ആ രാജാവ് വാഴുന്ന അരമനയാകുന്ന നമ്മുടെ ശരീരം നമ്മൾ മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും മലീമസമാക്കുവാൻ ശ്രമിക്കരുത്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് താണു വന്നിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ എപ്രകാരം സ്തുതിക്കണമെന്ന് ചോദിച്ചാൽ, ചിത്തത്തിൽ നിന്നും, നമ്മുടെ ആത്മാവിൽ നിന്നും, മനസ്സിൽ നിന്നും, ശരീരത്തിൽ നിന്നും മാലിന്യങ്ങളെ നീക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ സംജാതമാകും. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത്. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. വാക്യം ഇപ്രകാരമാണ്: എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട ഭവനത്തിൽ പാർക്കുവാൻ കാലമായോ. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട ഭവനങ്ങളിൽ പാർക്കുവാൻ കാലമായോ. പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ചുരുക്കവാക്കുകളിൽ ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ അറിയേണ്ടതും ആവശ്യമാണ്. ഹഗ്ഗായി പ്രവാചക പുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമ പ്രവചന പുസ്തകങ്ങളിൽ എസ്രയും ഹഗ്ഗായും എന്നീ പുസ്തകങ്ങൾ മാത്രമാണ് ഹഗ്ഗായി പ്രവാചകനെ നമ്മൾ കാണുന്നത്. ഈ ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴുവനായി പറയുന്നത് ഒരു ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തെ പറ്റിയും അവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെപ്പറ്റിയുമാണ് പ്രവചന പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൂട്ടുപിടിച്ചുകൊണ്ട്, സക്കറിയാവിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഹഗ്ഗായി പ്രവാചകൻ യെരുശലേം നിവാസികൾക്ക് വേണ്ടിയും അവിടെ പ്രവാസത്തിൽ കഴിഞ്ഞവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രവചന പുസ്തകം. BC 586 ഈ യെരുശലേം ദേവാലയം പൂർണ്ണമായി തകർക്കപ്പെടുകയാണ്. ശേഷം ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് ദേവാലയ പണിയൊക്കെ ആരംഭിക്കുന്നുണ്ട്. സാമ്പത്തികമായി ഒരു കുറവുമില്ല, പക്ഷെ ദേവാലയ പണി നടത്തപ്പെടുന്നില്ല. ഇതിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് യഹോവയാം ദൈവം ഹഗ്ഗായി പ്രവാചകന് ദർശനത്തിലൂടെ യെരുശലേമിലേക്ക് പോകുവാൻ കൽപ്പിച്ച് അയക്കുന്നത്. BC 520 ഹഗ്ഗായി പ്രവാചകനും സക്കറിയാവും അവർ രണ്ടുപേരുടെ ശ്രമഫലമായിട്ട് യെരുശലേം ദേവാലയം പണി കഴിക്കപ്പെടുകയാണ്. ഈ വാക്യത്തിൻ്റെ ആധാരം എന്ന് ചോദിക്കുന്നത്, ഹഗ്ഗായി പ്രവാചകനും സക്കറിയാവും ദേവാലയ പണിക്ക് വേണ്ടി യെരുശലേം നിവാസികളെ സമീപിക്കുമ്പോൾ യെരുശലേം നിവാസികൾ ആദ്യമൊക്കെ ഇതിനനുകൂലമായിട്ട് നിൽക്കുന്നുവെങ്കിലും ഈ ദേവാലയത്തിൻ്റെ പണിക്ക് ഇവരുടെ ഉത്സാഹം ക്രമേണ കുറഞ്ഞു പോവുകയും ഇവർ ദേവാലയ പണി വിട്ടിട്ട് സ്വന്തം ഭവനങ്ങൾ മോടി കൂട്ടുകയും ഇരുനില കെട്ടിടങ്ങൾ പണിയുകയും ചെയ്യുമ്പോഴാണ് വ്യസനത്തോടുകൂടി ഹഗ്ഗായി പ്രവാചകൻ യെരുശലേം നിവാസികളോട് മുഴക്കുന്ന ഒരു പ്രവചന ശബ്ദമാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. യഹോവയാം ദൈവം
നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട ഭവനങ്ങളിൽ പാർക്കുവാൻ കാലമായോ? ദൈവമാതാവിനെ അനുസ്മരിച്ചുകൊണ്ട്, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ എന്താണ് ഈ വാക്യത്തിന് നമ്മളോട് സംവേദിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഇവിടെ ഭൗതികമായ ദേവാലയത്തെ പറ്റിയാണ് പ്രവാചകൻ സംസാരിക്കുന്നതെങ്കിൽ ഇന്നിൻ്റെ ആവശ്യകത നാം ആയിരിക്കുന്ന ഈ ശരീരമാകുന്ന ദേവാലയം വിട്ട് നമ്മൾ മോടി പിടിപ്പിക്കുന്നത് എന്തിലേക്കാണ് എന്ന് തിരിഞ്ഞുനോട്ടമാണ്. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ കെട്ടുപണിക്ക് മാതാവിൻ്റെ സ്വഭാവമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ അവളുടെ ശരീരത്തെ എങ്ങനെ ക്രമീകരിച്ചു എന്നുള്ളത് ഇന്നിൻ്റെ ചിന്തയ്ക്ക് ആധാരമായ വിഷയമാണ്. ഇവിടെ ഭൗതികമായ ദേവാലയത്തെപ്പറ്റി പ്രവാചകൻ പറയുമ്പോൾ നമ്മുടെ ശരീരമാകുന്ന ദേവാലയം എപ്രകാരം ക്രിസ്തു വാഴുവാൻ തക്കവണ്ണം ക്രമപ്പെടണമെന്നുള്ളത് ദൈവമാതാവിൻ്റെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ശാരീരിക ദേവാലയം എന്ന് പറയുന്നത് നിസാര സംഗതിയല്ല. ഈ ശാരീരിക ദേവാലയം പണിയപ്പെടേണ്ടത് താഴ്മയിലൂടെയാണ് എന്നുള്ളത് ദൈവമാതാവ് കാണിച്ചു തരികയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആമുഖത്തിൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദേഹവും ദേഹിയും ആത്മാവും അവൾ മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പരിശുദ്ധ ദൈവമാതാവ് ദേവാലയം പോലെ തന്നെ പവിത്രമായി നിലകൊണ്ടതുകൊണ്ടാണ് സ്വന്തം ശരീരമായ ദേവാലയത്തിൽ ക്രിസ്തു വാണരുവാൻ തക്കവണ്ണമുള്ള ഒരു പാത്രമായി അത് അവളെ തിരഞ്ഞെടുക്കുവാൻ കാരണം. അതുകൊണ്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആണ്ടുകൾ എത്ര മാറിയാലും ദൈവമാതാവിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും അവൾ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളാണ്, അവൾ വിശുദ്ധിയുള്ളവളാണ്, അവൾ മഹത്വമുള്ളവളാണ്, അവൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, അവൾ നിത്യകന്യകയാണ്, അവൾ ഭാഗ്യവതിയാണ്, എല്ലാത്തിലും ഉപരി അവൾ ദൈവ മാതാവാണ്. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ വിശുദ്ധ കന്യക മറിയാമിനെ പ്രകീർത്തിക്കുന്നത് അതിശ്രേഷ്ഠമായ പ്രീതി പാത്രമേ എന്നുള്ള വാക്കുകൊണ്ടാണ്. എവിടെയാണ് മാതാവിന് ഇത്രയേറെ ധൈര്യവും സൗമ്യതയും ഒരേപോലെ കൈവരിക്കുവാൻ സാധിച്ചത്? പരിശുദ്ധ ദൈവമാതാവ് ജനനം കൊണ്ടല്ല വിശുദ്ധയായത്, അവളുടെ ജീവിതം കൊണ്ട് അവൾ വിശുദ്ധയായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ ദൈവമാതാവ് തെയോട്ടോക്കോസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ ദൈവമാതാവ് ജനനം കൊണ്ടല്ല ജീവിതം കൊണ്ട് അവൾ അതിശ്രേഷ്ഠമായ പ്രീതിപാത്രമായെങ്കിൽ എനിക്കും നിങ്ങൾക്കും അവളുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്, എനിക്കും ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിനെ പേറുന്ന സുവിശേഷകരായിട്ട് മാറുവാൻ സാധിക്കും. നാം ഓരോരുത്തരും ദൈവം വസിക്കുന്ന ആലയമല്ലേ? അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഓരോ ദിനങ്ങളിലും ആർജിക്കുകയും അതിനെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. വിശുദ്ധ നോമ്പ് എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് പ്രാപ്തമുള്ളതായില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നോമ്പനുഷ്ഠാനങ്ങൾ? വിശുദ്ധ നോമ്പ് എൻ്റെ ശരീരമാകുന്ന ദേവാലയത്തിന് ഒരു പുനർക്രമീകരണം നടത്തിയില്ല എങ്കിൽ എന്തിനാണ് നോമ്പാചരണം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? അലങ്കാരങ്ങളും മോടികളും ഒക്കെ നമുക്കാവാം. പരിവർത്തനം വരേണ്ടത്, മാനസാന്തരം വരേണ്ടത് നമ്മുടെ അന്തരത്തിനാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് പോകരുത്. ദൈവം വസിക്കുന്നത് എവിടെയാണോ അതാണ് ദേവാലയം. ദൈവം എവിടെയാണോ വസിക്കുന്നത് അതാണ് ദേവാലയം. നമ്മൾ വളരെ കുഞ്ഞുനാളിൽ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാറുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ചെറിയ വാക്യങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ടെങ്കിലും ആ വാക്യത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, നിങ്ങളും വിശുദ്ധരാണ്. അങ്ങനെയാണെങ്കിൽ ദൈവമാതാവിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്
എൻ്റെ ശരീരാത്മദേഹികളുടെ സമർപ്പണത്തിലൂടെ മാത്രമേ ക്രിസ്തു എന്നിൽ സംജാതമാകൂ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വിശുദ്ധ കന്യക മറിയാം ദൈവത്തിൻ്റെ മന്ദിരമായ അവളുടെ ശരീരത്തെ ദൈവീകത കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവം വസിക്കുന്ന, ദൈവത്തെ വളർത്തുന്ന, ദൈവത്തെ അനേകർക്ക് കൊടുക്കുന്ന പേടകമായി നിലനിൽക്കുന്നു. നമ്മൾ പാടാറുണ്ട്, നിൻ വായ്ധൂപത്തിൻ കലശം, നിന്നതരം ധൂപം ഹൃദ്യം, ദൈവത്തെ പ്രീണിപ്പിക്കും നാവോ ശുശ്രൂഷക്കാരൻ. വളരെ ഈണത്തിൽ ഭംഗിയായി നമ്മൾ പാടിവിടാറുണ്ട്. നിന്റെ വായ് സുഗന്ധം വീശുന്ന ധൂപത്തിന് സമമായിരിക്കണം, നിന്റെ അധരം ധൂപത്തിന് തുല്യമായിരിക്കണം. ദൈവത്തെ പ്രീണിപ്പിക്കുന്ന നിന്റെ നാവ് ശുശ്രൂഷക്കാരനായി, സുവിശേഷകനായി നിന്റെ കൂടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നീ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകളും നോമ്പ് അനുഷ്ഠാനങ്ങളും ദൈവം കൈക്കൊള്ളുകയുള്ളൂ. ഇവിടെ വർണ്ണമോ പ്രായമോ നിറമോ മതമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. നിന്റെ ദേവാലയ പണിയിൽ, നിന്റെ ശാരീരിക ദേവാലയമായിരിക്കുന്ന, നിന്റെ ആത്മീയ ദേവാലയമായിരിക്കുന്ന, നിന്റെ ദേഹിയുടെ ദേവാലയമായിരിക്കുന്ന നിന്റെ ശരീരാത്മദേഹത്തിൽ നീ ആത്മാർത്ഥതയോടെ ഒരു പുനർക്രമീകരണം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം വസിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ശിഥിലം എന്ന് പറയുന്ന ഒരു കവിതയിൽ കവി ഇപ്രകാരം എഴുതി വെക്കുന്നുണ്ട്, എത്രയൊക്കെ പുതച്ചിട്ടും പുഴ പോലെ തണുക്കുന്നു, എത്രയൊക്കെ തെളിച്ചിട്ടും നിഴൽ ഉള്ളിൽ ഇരുട്ടുന്നു. എത്രയൊക്കെ പുതച്ചിട്ടും പുഴ പോലെ തണുക്കുകയാണ്, എത്രയൊക്കെ തെളിച്ചിട്ടും നിഴൽ ഉള്ളിൽ ഇരുട്ടുകയാണ്. ഇവിടെ പറയുവാനുള്ള കാരണം വിശുദ്ധമാകുന്ന കുമ്പസാരത്തിലൂടെ, വിശുദ്ധമായ കുർബാന അനുഭവത്തിലൂടെ, വിശുദ്ധമായ കൂദാശ അനുഷ്ഠാനങ്ങളിലൂടെ, നോമ്പിലൂടെ, വചന കേൾവിയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിശുദ്ധമായ ആരാധനയിലൂടെ, ദേവാലയ ബന്ധത്തിലൂടെയൊക്കെ നമ്മൾ ചരിക്കുമ്പോൾ ഈ പുതപ്പ് എത്രയൊക്കെ നമ്മുടെ ദേഹത്ത് പുതപ്പിച്ചിട്ടും സാത്താന്യ പരീക്ഷകളാകുന്ന തണുപ്പ് നമ്മളെ അങ്ങിങ്ങായിട്ട് അലട്ടുന്നുണ്ട്. ദൈവമാകുന്ന സാക്ഷാൽ പ്രകാശത്തെ, ഈ തിരിയെ ജീവിതത്തിൽ പിതാക്കന്മാരും മാതാപിതാക്കളും ശുശ്രൂഷകരും അനേകർ നമ്മുടെ ജീവിതത്തിലേക്ക് തെളിയിച്ചു തന്നിട്ടും സാത്താന്യമാകുന്ന ഇരുളിൻ്റെ അവസ്ഥ ഈ വെളിച്ചത്തേക്കാൾ അതിക്രമിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാണ് ഈ നോമ്പിലൂടെ നമ്മൾ ചരിക്കേണ്ടത്. ദൈവമാതാവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ താഴ്മയിലൂടെ അവൾ ദൈവത്തെ പ്രീണിപ്പിച്ചു. അവളെ അത് ഉന്നത ഭാവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിദാനമായി തീർന്നു. നമ്മുടെ ശരീരമാകുന്ന ദേവാലയം പുനർനിർമ്മിക്കുവാൻ ആവശ്യമായ ഒന്നാണ് താഴ്മ. മറിയം അവളുടെ ജീവിതം താഴ്ത്തി, ദൈവം അവളെ ഉയർത്തി. പഴമക്കാർ പറയും, താഴ്ന്ന നിലത്തെ നീരോടത്തുള്ളൂ, അവിടെ ദൈവം തുണ ചെയ്യത്തുള്ളൂ. താഴ്മ എന്ന് പറയുന്നത് നിലപാടുകളുടെ വ്യതിയാനമൊന്നുമല്ല. നിലപാടുകൾ പറയേണ്ട സമയത്ത് പറയുക തന്നെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മാതാവ്. എന്നാൽ ദൈവസന്നിധിയിൽ അവളുടെ ദേഹവും ദേഹിയും ആത്മാവും ദേവാലയം സമമായിട്ട് പവിത്രമായി സൂക്ഷിച്ചതുകൊണ്ട് ദൈവം അവളിലേക്ക് ഇറങ്ങി വസിക്കുക. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമ്മുടെ ഇളകിയ ദേവാലയ പണി ക്രമീകരിക്കുവാനാണ് ഈ സന്ധ്യ നമ്മളെ വിളിക്കുന്നത്. മറിയം താഴ്മയിൽ ജീവിച്ചുവെങ്കിൽ യേശു ക്രിസ്തു അത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ക്രിസ്തു കേന്ദ്രീകൃതമായ ആരാധനാ ജീവിതം നയിക്കുന്നവരാണ്. ദൈവമാതാവ് നമ്മുടെ മധ്യസ്ഥയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ ദൈവമാതാവിൻ്റെ പ്രാർത്ഥനയോടുകൂടി അനുരഞ്ജനപ്പെട്ട് ആ കുറവുകളെ ഇല്ലായ്മ ചെയ്യുവാൻ നമ്മൾ കൂട്ടുപിടിക്കുകയാണ് വിശുദ്ധ ദൈവമാതാവിനെ. അങ്ങനെയാണെങ്കിൽ മറിയം താഴ്മയിൽ ജീവിച്ചെങ്കിൽ യേശു ക്രിസ്തു അത് ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി തന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ ജനനം, ചേലാകർമ്മം, ഉപജീവനം, ക്രൂശുമരണം, ഉദ്ധാനം എല്ലാം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ എളിമയുടെ പ്രതീകമായിട്ട് തന്നെയാണ് യേശു ക്രിസ്തുവും ജീവിതം വരിച്ചത്. ക്രൂശ് എന്ന നിന്ദ്യമായ ഒരു അടയാളത്തെ, താഴേക്കിടയിലേക്ക് കടന്നിരുന്ന ഒരു അടയാളത്തെ വന്യമാക്കി തീർക്കുവാൻ അവൻ്റെ എളിമയാണ് സംഗതി ആയി തീർത്തത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ താഴ്മയും എളിമയുമൊക്കെ കൈവരിക്കുവാൻ ആകുക? ഒരു കഥ പറയാം. ഒരു ശിഷ്യൻ
തൻ്റെ വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷം തൻ്റെ ഗുരുവിൻ്റെ പോരായ്മയെ കണ്ടുകൊണ്ട് മറ്റൊരു ഗുരുവിനെ അന്വേഷിച്ച് പോകുവാൻ തീരുമാനിക്കുക. ഇവൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഗുരു ഇരിക്കുകയാണ്. ഭാണ്ഡക്കെട്ടുമൊക്കെ പേറിക്കൊണ്ട് ഈ ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഗുരു, ഞാൻ അങ്ങയുടെ സന്നിധി വിട്ട് പോകുകയാണ്. മന്ദഹാസത്തോടെ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഉപേക്ഷിക്കുക. അവൻ്റെ കയ്യിലുള്ള പൊക്കണവും ഭാണ്ഡക്കെട്ടും എല്ലാം ഉപേക്ഷിച്ചിട്ട് വീണ്ടും തൻ്റെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. ഞാൻ പോവുകയാണ്, എന്നെ പോകുവാൻ അനുവദിക്കണം. ഗുരു തൻ്റെ ശിഷ്യനെ നോക്കിയിട്ട് വീണ്ടും പറഞ്ഞു, ഉപേക്ഷിക്കുക. ഒരല്പം കോപമൊക്കെ വന്നെങ്കിലും വീണ്ടും പുറത്തോട്ടിറങ്ങിപ്പോയി അവൻ നഗ്നനായിട്ട് തിരികെ കയറി വന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ സർവ്വതും ഉപേക്ഷിച്ചു, എന്നെ പോകുവാൻ അനുവദിക്കണം. ഗുരു അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു തുറന്ന് അവനോട് പറഞ്ഞു, ഉപേക്ഷിക്കുക. വളരെ കോപത്തിൽ ഈ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഞാനിനി എന്താണ് ഉപേക്ഷിക്കേണ്ടത്? ഗുരു ഒരു വാക്യത്തിൽ ആ ഉത്തരം കൊടുക്കുകയാണ്, നീ എന്ന ഭാവവും നിന്റെ അഹങ്കാരവും ഉപേക്ഷിക്കുക. നീ എന്ന ഭാവവും നിന്റെ അഹങ്കാരവും ഉപേക്ഷിക്കുക. ജീവിതത്തിൽ നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് നമ്മുടെ ദേവാലയ പണിയാണെങ്കിൽ, നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ പണിക്ക് ആദ്യമായി നമ്മൾ കല്ലിടുവാൻ ആരംഭിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒഴിച്ചു നിർത്തേണ്ട ഒന്നാമത്തെ സ്വഭാവ ദൂഷ്യമാണ് അഹങ്കാരവും താഴ്മയില്ലായ്മയും ഒക്കെ. ഇതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരും. രണ്ടാമതായിട്ട്, മാതാവിൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ ദേവാലയ കെട്ടുപണിക്ക് നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ദൈവമാതാവിനെ പോലെ ദൈവമുഖ അന്വേഷികളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. ദൈവമാതാവിനെ പോലെ തന്നെ ദൈവമുഖം അന്വേഷിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ശരീര ദേവാലയം കെട്ടുപണിക്കായിട്ട് ഒരുക്കപ്പെടും എന്നുള്ളതിന് സംശയം വേണ്ട. ദൈവമാതാവിൻ്റെ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. യുയാക്കീമിൻ്റെയും ഹന്നയുടെയും ഏക പുത്രിയാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയാം. മരുഭൂമിയിൽ അവർ പ്രാർത്ഥന കഴിച്ചതായിട്ട് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഒരേകരായി 40 രാവും 40 പകലും ഉപവസിച്ചു വന്നു. ദേവാലയത്തിൽ പതിവായി പോകുന്ന ഒരു ചരിത്രം അവരുടെ ജീവിതത്തിൽ ഉണ്ട്. ഇങ്ങനെ നിൽക്കെ ഈ ദമ്പതികൾ ഒരു ദർശനം കാണുകയാണ്, അവർക്കൊരു സന്താനത്തെ ലഭിക്കും. മാതാപിതാക്കൾ ഒരുമനപ്പെട്ടൊരു തീരുമാനമെടുക്കുകയാണ്, ആണായാലും പെണ്ണായാലും മുലകുടി മാറുന്ന പക്ഷം നേരെ ദേവാലയത്തിൽ സമർപ്പിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ദൈവമാതാവിൻ്റെ ബാല്യകാലത്ത് തന്നെ വിശുദ്ധ കന്യക മറിയാമിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ചരിത്രം. ദേവാലയത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്ന ആ വേളകളിൽ ദേവാലയത്തിന് വേണ്ടുന്നതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ദേവാലയത്തിൽ വളർന്ന ഒരു ബാലിക, അവൾ ദൈവമുഖത്തെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ദൈവം അവളിൽ താണിറങ്ങി വസിക്കുവാൻ തീരുമാനിക്കുകയാണ്. കൂട്ടായ പ്രാർത്ഥന ദൈവം നമ്മളിലേക്ക് വന്നിറങ്ങുവാനുള്ള നിദാനമായി തീരും. കൂട്ടായ ജാഗരണങ്ങളും നോമ്പ് അനുഷ്ഠാനങ്ങളും ഈ കൂട്ടായ്മയുമൊക്കെ ദൈവവചനം നമ്മളിൽ ആഗതമാകുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകമാണ്. പഴയ നിയമത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ കാണാം, ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്നും പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ യാത്രാമധ്യേ യഹോവയ്ക്കും അവരെ വിടുവിച്ച മോശയ്ക്കുമെതിരായിട്ട് ജനം പിറുപിറുക്കുന്നുണ്ട്. വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുമ്പോൾ ഈ ജനം പശ്ചാത്താപ ഹൃദയത്തോടു കൂടി വന്ന് മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ നിന്റെ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശ മറുപടി പറയുന്നുണ്ട്, ഞാൻ മലമുകളിൽ പ്രാർത്ഥന കഴിക്കുമ്പോൾ നിങ്ങൾ താഴ്വരയിൽ എന്നോടൊപ്പം പ്രാർത്ഥന കഴിക്കണം. ഞാൻ മലമുകളിൽ നിങ്ങളുടെ പശ്ചാത്താപം പേറി നിങ്ങളുടെ അനുതാപം പേറി നിങ്ങൾക്കായി പ്രാർത്ഥന കഴിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും താഴ്വരയിൽ എന്നോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് മോശ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധമായ കുർബാനയ്ക്ക് ഒരു പുരോഹിതൻ ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ, വിശുദ്ധ മദ്ബഹയിലേക്ക് കറയുമ്പോൾ, ത്രോണോസിനോട് അടുക്കുമ്പോൾ നമുക്ക് വേണ്ടിയുള്ള പശ്ചാത്താപ പ്രാർത്ഥനകൾ, പാപപരിഹാര പ്രാർത്ഥനകൾ
വിശുദ്ധ ബലി അനുഷ്ഠിക്കുമ്പോൾ നമുക്കൊരു കൂട്ടായ ഉത്തരവാദിത്വമുണ്ട്. താഴ്വരയിൽ താഴെ ആ പുരോഹിതനോട് കൂടി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമതായിട്ട് ദൈവമാതാവ് ഓർപ്പിക്കുകയാണ്, ദൈവമുഖ അന്വേഷികളായി നമ്മൾ മാറണം. കൂട്ടായ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും അതിലേറെ ഗുണങ്ങൾ ഉണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, വളരെ കാച്ചിക്കുറുക്കിയ 3 വരിയിൽ വലിയ അർത്ഥതലം വിവരിക്കുകയാണ്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, എന്നാൽ നമുക്കില്ല ഒരു ലോകം. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, എന്നാൽ നമുക്കില്ല ഒരു ലോകം. ദൈവമുഖ അന്വേഷികളാകുക എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായി സേവന തൽപരതയോടുകൂടി മറ്റുള്ളവരെ കൂടി കരുതുക എന്നതാണ് അർത്ഥം. എൻ്റെ ദൈവത്തെ മറ്റുള്ളവരിലേക്ക് കാണുമ്പോൾ, അവനിൽ എൻ്റെ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുമ്പോൾ സ്നേഹമല്ലാതെ എന്താണ് മറ്റുള്ളവരോട് നമുക്ക് തോന്നുവാൻ ഉള്ള വികാരം? എൻ്റെ ദൈവത്തെ മറ്റുള്ളവരിൽ ഞാൻ കാണുകയാണെങ്കിൽ സ്നേഹമല്ലാതെ എന്താണ് മറ്റുള്ളവരോട് നമുക്ക് തോന്നേണ്ട വികാരം? ഇന്ന് എനിക്ക് എൻ്റേതായ ലോകവും നിനക്ക് നിൻ്റേതായ ലോകവുമുണ്ട്. നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്കില്ലാതെ പോയൊരു ലോകത്തെപ്പറ്റി മാതാവ് പറഞ്ഞു വെക്കുകയാണ്. ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന ദൈവമുഖത്തെ അന്വേഷിപ്പിക്കും. പ്രാർത്ഥനയോടെ മാത്രമേ ദൈവത്തെ നമുക്ക് കാണുവാനും ദൈവത്തിനോട് സംസാരിക്കുവാനും ദൈവത്തോട് കൂടി നിൽക്കുവാനും നമുക്ക് സാധിക്കൂ എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പരിമല തിരുമേനി പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞു, പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാണ്. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻ്റെ ശൈശവത്തിൽ എനിക്ക് കിട്ടുന്ന ഉത്സാഹമാണ്, യൗവനത്തിൽ എൻ്റെ ആശ്രയമാണ്, വാർദ്ധക്യത്തിൽ എൻ്റെ സമാധാനമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 7 യാമപ്രാർത്ഥനകൾ സഭ ക്രമീകരിച്ചിട്ടുണ്ട്. കുടുംബസ്ഥർ 2ആയിട്ട് ചുരുക്കി നമ്മൾ ആ യാമപ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇതിലൊന്നെങ്കിലും ഒരുമനപ്പെട്ടുകൊണ്ട് ഭവനത്തിൽ കുടുംബാരാധനകൾ ഇന്ന് ഇല്ലാതെ പോകുന്നൊരവസ്ഥയിലാണ്. പ്രാർത്ഥനയുടെ ഈ അർത്ഥതലം വളരെ വിരളമായി നമ്മുടെ ഇടയിൽ മാറിപ്പോകുന്നത്. മറിയം എന്ന എബ്രായ ഭാഷയ്ക്ക് ആ വാക്കിന് മറ്റൊരു അർത്ഥതലമുണ്ട്. മാർ എന്ന് പറയുന്ന ആദ്യത്തെ വാക്കിനർത്ഥം ഒരു തുള്ളി എന്നുള്ളതാണ്. യാം എന്ന് പറയുന്ന 2ാമത്തെ വാക്കിനർത്ഥം ഒരു സമുദ്രം എന്നുള്ളതാണ്. ഈ വാക്കിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ നിരന്തര സമർപ്പണത്തിലൂടെയും ദൈവമുഖ അന്വേഷണത്തിലൂടെയും ഒരു തുള്ളിയായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്നവൾ അനുഗ്രഹത്തിൻ്റെ തുറമുഖമായി അനേകർക്ക് കരുണയുടെ കടലായി ഇന്നും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സേവ്യോറിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്, നിർമമതയുടെ മാതാവാണ് പരിശുദ്ധ കന്യക മറിയം. എന്താണ് നിർമമത എന്ന് വിശദീകരിക്കുന്നുണ്ട്. നിർമമത, മമത എന്ന വാക്കിനർത്ഥം എനിക്ക് എന്നോടുള്ള സ്നേഹമാണെങ്കിൽ, നിർമമത എന്ന് പറഞ്ഞാൽ ഞാനില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നിർമമത. അങ്ങനെയാണെങ്കിൽ നിർമമതയുടെ മാതാവായിട്ട് ദൈവമാതാവ് നമ്മുടെ കൂടെ നിൽക്കുകയാണ്. പാമ്പാക്കുട പ്രാർത്ഥനയിൽ, സന്ധ്യാസൂതാറ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, നിന്റെ കരുണാസമുദ്രത്തിൻ്റെ വലിപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവാം ദൈവമേ, നിന്റെ കരുണാസമുദ്രത്തിൻ്റെ വലിപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപം അസംഖ്യമാണ്, അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുകയാണ്. ദയവുണ്ടായി ഈ തുള്ളിയെ നിന്റെ മഹാസമുദ്രമാകുന്ന കരുണയുടെ കടലിൽ എന്നെ കൂടി നീ പങ്കു ചേർത്ത് എൻ്റെ മാലിന്യങ്ങളെ ഇല്ലാതാക്കണം. അതിനൊന്നാമതായിട്ടൊരു തിരിച്ചറിവ് വേണം, ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, എനിക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം വേണം. എൻ്റെ ദേവാലയ പണി ഞാൻ തന്നെ ക്രമീകരിക്കേണ്ട ആവശ്യകത എനിക്കുണ്ട് എന്ന് തോന്നണം. അത് താഴ്മയിലൂടെ പറ്റൂ. രണ്ടാമതായി ദൈവമുഖ അന്വേഷണത്തിലൂടെ ഈ ദേവാലയ പണിയുടെ കെട്ടുപണി സാധ്യമായി തീരുകയുള്ളൂ. മറിയാം ഒരു തുള്ളിയായി വന്ന് അനുഗ്രഹത്തിൻ്റെ സമുദ്രമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ, ജാഗരണത്തിലൂടെ, നോമ്പർത്ഥനയിലൂടെയൊക്കെ നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ ദൈവമുഖം അന്വേഷിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് കരുണ ലഭിക്കൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമുക്ക് ഏവർക്കും ഹൃദയഭേദകമായി നിൽക്കുന്ന
ഒരു സ്ഥലമാണ് ഇന്നിൻ്റെ വയനാട് ദേശം. വളരെയധികം ആൾക്കാർ കഷ്ടപ്പെട്ടും ജീവിതത്തെ പടുത്തുയർത്തുന്ന ആ സാഹചര്യത്തിൽ പ്രകൃതിയുടെ വിസ്ഫോടനം എന്ന നിലയ്ക്ക് അനേകർ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടു പോവുകയാണ്. നിസ്വാർത്ഥമായി നിർമ്മമതയോടുകൂടി പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിപഥത്തിൽ അത് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരുടെ കണ്ണുനീരിനോടൊപ്പം ചേർന്നുകൊണ്ട് അവൻ്റെ കണ്ണുനീരിനോടൊപ്പം നിന്ന് കരയുമ്പോഴാണ് ക്രിസ്തു നമ്മിൽ സംജാതമാകുന്നത്. ആവണി എന്ന് പറയുന്ന ഒരു എഴുത്തു മാസികയിൽ മതത്തെപ്പറ്റി ഒരാൾ എഴുതി വെച്ചു, ആഴ്ചയിൽ നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ ക്രിസ്ത്യാനിയാവില്ല, 41 നേരം വ്രതമെടുത്ത് ശബരിമലയിൽ പോയാലും നിങ്ങൾ ഹിന്ദുവാകില്ല, 5 നേരം നിസ്കരിച്ചു എന്ന് കരുതി നിങ്ങൾ മുസൽമാനുമാകില്ല. ദൈവം നിന്നിലും മതം നിന്റെ പ്രവൃത്തിയിലും പ്രതിഫലിക്കണം. ആദ്യം മനുഷ്യനാകണം, പിന്നീട് വിശ്വാസിയാകണം. ദൈവം നിന്നിലും മതം നിന്റെ പ്രവൃത്തിയിലും വെളിവായി വരണം. ആദ്യം മനുഷ്യനാകണം, പിന്നീട് വിശ്വാസിയാകണം. പരിശുദ്ധ ദൈവമാതാവ് നമ്മളെ വരച്ചു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ രക്ഷകനെ പേറുന്ന മാതാവാണെന്ന് അറിഞ്ഞിട്ടും അഹന്തലേശമില്ലാതെ നിസ്വാർത്ഥമായി മറുനാടേറി സ്വന്തം സഹോദരിയെ ശുശ്രൂഷിക്കുവാൻ പോയ മാതാവിനെ നമുക്കറിയാം. അവളുടെ പ്രസവകാലം കഴിയുന്നത് വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ മനോഭാവം തന്നെയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളും അപരനോട് ചെയ്യേണ്ടത്. നോമ്പനുഷ്ഠാനങ്ങളും ജാഗരണങ്ങളും പ്രാർത്ഥനകളുമെല്ലാം പ്രവൃത്തിപഥത്തിൽ കൂടി കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായി ദൈവം അതിനെ സ്വീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അല്പസമയം നിങ്ങളുമായി ചിന്തിച്ച വിഷയം ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യമാണ്. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട ഭവനത്തിൽ പാർക്കുവാൻ കാലമായോ? ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഒന്നാമതായി ചിന്തിച്ചത് ശരീരത്തിൻ്റെ ദേവാലയത്തിൻ്റെ സമർപ്പണം താഴ്മയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ്. എൻ്റെ ആലയം, ഈ ഭൗതികമായ ശരീരം ദൈവസന്നിധിയിൽ ക്രമമായി പണി കഴിക്കപ്പെടുന്നില്ല എങ്കിൽ താഴ്മയിലൂടെ ഇന്നേ ദിവസം തീരുമാനമെടുത്ത് എൻ്റെ ശരീരം വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം എൻ്റെ ശരീരാത്മദേഹികളെ ഒരുക്കുന്ന ശുശ്രൂഷയായിട്ട് ഇന്നേ ദിവസം മാറണം. രണ്ടാമതായിട്ട് ദൈവമാതാവ് കാണിക്കുന്നു, നിസ്വാർത്ഥതയോടെ നിർമ്മമതയോടുകൂടി ദൈവമുഖം അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ദുർമാർഗത്തെ വിട്ടുതിരിയുക. അപരൻ്റെ കണ്ണിൽ സ്വന്തം ദൈവത്തെ കാണുവാനും സഹായഹസ്തം നീട്ടുമ്പോഴുമാണ് ദൈവമുഖം അന്വേഷിക്കുന്ന ഉചിതമായ ക്രിസ്ത്യാനിക്ക് ഉചിതമായ ജീവിത രീതി പുലർത്തുന്നവരായി നമ്മൾ മാറ്റപ്പെടുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നും നാളെയും വർഷങ്ങൾക്ക് ശേഷവും ഈ ഓർമ്മ പെരുന്നാൾ ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ടാടും. നമ്മുടെ ദേവാലയത്തിൻ്റെ ശാരീരികമായ ദേവാലയത്തിൻ്റെ ആത്മദേഹികളുടെ സമർപ്പണമില്ല എങ്കിൽ ഇതൊരു ആചരണമായി തുടരുന്ന ഒരു പ്രോസസ്സായി തന്നെ പൊക്കോണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ടാണ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഈ ശരീരാത്മദേഹികൾ വിശുദ്ധ കുംഭസാരത്തിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ദൈവം വസിക്കുന്ന ആലയമായി വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുവാൻ സാധിക്കുന്നത്. എങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുകാരിയാണ് ഞാനെന്ന് നമുക്ക് സാക്ഷ്യം കൊള്ളുവാനും സാധിക്കൂ. അതിന് ദൈവത്തിൻ്റെ മാതാവും നമ്മുടെ കാവൽ മധ്യസ്ഥയുമായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും എന്നെ ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.